നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Sir, Palakkad member of parliament. Okay. Very nice. When you came here? 2 days back. 2 days back here? I came to Cochin. Okay. Then some other areas. Okay. Very warm welcome. Thank you very much. സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു ബോധമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു ബോധമായി വരിക വരിക കരളുകൾ കോർത്തു കാൽനടയ്ക്കു ബോധമായി. മഹാത്മാഗാന്ധിയുടെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനം. VK ശ്രീകണ്ഠൻ MP, അകത്തേത്തറ. മഹാത്മാഗാന്ധിയുടെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാരായ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ളതാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി മ്യൂസിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. മാനവരാശിക്ക് സത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ കാണിച്ചു തന്ന ഗാന്ധിജിയുടെ വേർപാട് ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണെന്നും അദ്ദേഹത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് സമൂഹം പ്രവർത്തിക്കുമ്പോൾ ഗാന്ധിജി ഇന്നും ലോകത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നതെന്നും MP പറഞ്ഞു. ഹരിജൻ സേവക് സംഘ് കേരള പ്രസിഡന്റ് ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MN ഗോപാലകൃഷ്ണ പണിക്കർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിജോയ്, ലക്ഷ്മി ദാസ്, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ, മുൻ MLA K. ചന്ദ്രൻ, VK ജയപ്രകാശ്, കാഞ്ചന സുദേവൻ, ഗീത ശിവൻ, മലമ്പുഴ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ S. സദാശിവൻ, സെക്രട്ടറി ദേവൻ എന്നിവർ പ്രസംഗിച്ചു. ശബരി ആശ്രമത്തിലെത്തിയ MPയെ പൗരാവലി സ്വീകരിച്ച് ഗാന്ധിജി 3 പ്രാവശ്യം വന്ന് വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥനാ മുറിയിൽ പുഷ്പാർച്ചന നടത്തിയാണ് വേദിയിലേക്ക് വിശിഷ്ട അതിഥികൾ ഉദ്ഘാടന ചടങ്ങിന് പോയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം വരിക വരിക സഹചരെ എന്ന ഗാനം ആലപിച്ചാണ് അവർ നടന്നത്. മാനവരാശി മഹത്തായ സന്ദേശങ്ങൾ, സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ, സത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ പാത കാണിച്ചു നൽകിയ മഹാത്മാഗാന്ധിയുടെ വേർപാട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്, ലോകത്തിന് നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആശയങ്ങൾ ജീവനോടുകൂടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോലുള്ള ഓരോ ഇന്ത്യക്കാർക്കും വളരെ അഭിമാനകരമായ കാര്യമാണ്. ശക്തമായി മാനവരാശിക്ക്, നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, ലോകമെങ്ങുമുള്ള മനുഷ്യ ജീവനുകൾക്ക്, മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള നന്മയുണ്ടാകാൻ വേണ്ടി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം. സമത്വമാണ് നമ്മുടെ ലക്ഷ്യം, ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. ആ സത്യവും സ്നേഹവും അതുപോലെ തന്നെ അഹിംസയും, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ ആണ് ലോകത്ത് സൗഹൃദം ഉണ്ടാകുക. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.